ഹായ് മക്കളെ, ഞാൻ ഗിരീഷ് ഫിസിക്സിലെ ബോട്ടണി അധ്യാപകനാണ്. പേര് ശബരി. വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പ്ലസ് വണ്ണിലെ തന്നെ ബോട്ടണിയിലെ അല്പം വലിയ ചാപ്റ്ററാണ് എന്ന് പറയുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, ആദ്യം അറിയേണ്ടത് എന്താണ് മോർഫോളജി? വാട്ട് ഈസ് മോർഫോളജി? ഒന്നുമില്ല മക്കളെ, മോർഫോളജി ഈസ് ദി ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാന്റ്സ്. മക്കളെ, പ്ലാന്റ്സിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെ പറ്റി പഠിക്കുന്ന, പുറമേ ഉള്ള സ്വഭാവ സവിശേഷതകളെ പറ്റി പഠിക്കുന്ന ബോട്ടണിയുടെ ബ്രാഞ്ചാണ് മോർഫോളജി. അപ്പം എന്താ മക്കളെ മോർഫോളജി? മോർഫോളജി ഈസ് ദി ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ എക്സ്റ്റേണൽ, പ്ലാന്റ്സിൻ്റെ പുറമേയുള്ള സ്വഭാവ സവിശേഷതകളെ പറ്റി പഠിക്കുന്ന ബോട്ടണിയുടെ ബ്രാഞ്ചാണ് മോർഫോളജി. ഇപ്പോൾ നമ്മൾ രണ്ട് പ്ലാന്റ് എടുക്കുന്നു. ഒന്ന് ഹിബിസ്കസ് ചെമ്പരത്തി, രണ്ട് റോസ് പ്ലാന്റ്. രണ്ടുപേരുടെയും പൂ ഒരേ കണക്കാണോ? എക്സ്റ്റേണൽ അപ്പിയറൻസ് അല്ല. രണ്ടുപേരുടെ സ്റ്റെമ്മ് ഒരേ കണക്കാണോ? രണ്ടുപേരുടെ ലീഫ് ഒരേ കണക്കാണോ? അല്ല. അപ്പോൾ രണ്ട് പ്ലാന്റിന്റെ പുറമേ ഉള്ള എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഇത്തരത്തിൽ പ്ലാന്റിന്റെ പുറമേ ഉള്ള ക്യാരക്ടേഴ്സിനെ പറ്റി പഠിക്കുന്ന, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെ പറ്റി പഠിക്കുന്ന ബോട്ടണിയുടെ ബ്രാഞ്ചാണ് എന്ന് പറയുന്നത് മോർഫോളജി. സോ മോർഫോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാന്റ്സ്. മക്കളെ, ഇനി പ്ലാന്റിന്റെ എക്സ്റ്റേണൽ പാർട്ടിന്റെ എല്ലാ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സും നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം പഠിക്കേണ്ട പ്ലാന്റ് പാർട്ടാണ് റൂട്ട്. അപ്പം ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്ന പ്ലാന്റിന്റെ പാർട്ട് എന്ന് പറയുന്നത് റൂട്ട്. എന്താണ് മക്കളെ റൂട്ട് അല്ലെങ്കിൽ വേരെന്ന് പറയുന്നത്? ദ നോൺ ഗ്രീൻഡ് അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദി പ്ലാന്റ്. നോൺ ഗ്രീൻഡ്, പച്ച നിറമല്ലാത്ത മണ്ണിനടിയിൽ കാണപ്പെടുന്ന പ്ലാന്റിന്റെ പാർട്ടാണ് എന്ന് പറയുന്നത് റൂട്ട്. അപ്പോൾ റൂട്ട് ഈസ് ദി നോൺ ഗ്രീൻഡ് അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദി പ്ലാന്റ്. മണ്ണിനടിയിൽ കാണപ്പെടുന്ന പച്ച നിറമല്ലാത്ത പ്ലാന്റിന്റെ പാർട്ടിനെ അറിയപ്പെടുന്ന പേരാണ് റൂട്ട്. ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, ഇത് ഡെവലപ്സ് ഫ്രം ദി റാഡിക്കിൾ ഓഫ് എംബ്രിയോ. മക്കളെ, എംബ്രിയോയുടെ എവിടെ നിന്നാണ് റൂട്ട് ഉണ്ടാവുന്നത്? റാഡിക്കിൾ. R4 റൂട്ട് എന്ന് ഓർത്തോണം. റാഡിക്കിൾ, റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് ഉണ്ടാവുന്നത്. ഇറ്റ് ഡെവലപ്സ് ഫ്രം ദി റാഡിക്കിൾ ഓഫ് എംബ്രിയോ. എംബ്രിയോയുടെ റാഡിക്കിളിൽ നിന്നാണ് ആരുണ്ടാകുന്നത്? റൂട്ട് ഉണ്ടാകുന്നത്. ഇത് ഡെവലപ്സ് ഫ്രം ദി റാഡിക്കിൾ ഓഫ് എംബ്രിയോ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, എംബ്രിയോയുടെ ഏത് പാർട്ടിൽ നിന്നാണ് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? എവിടെ നിന്നാണ് മക്കളെ? റാഡിക്കിൾ. അപ്പോൾ റൂട്ട് ഡെവലപ്സ് ഫ്രം ദി റാഡിക്കിൾ ഓഫ് എംബ്രിയോ. മക്കളെ, എംബ്രിയോയുടെ റാഡിക്കിൾ എന്ന് പറയുന്ന പാർട്ടാണ് എന്തായിട്ട് മാറുന്നത്? റൂട്ടായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ റാഡിക്കിളിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? റൂട്ട് ഉണ്ടാവും. അപ്പോൾ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യം പറഞ്ഞു. ദ നോൺ ഗ്രീൻ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദ പ്ലാന്റ്, മണ്ണിനടിയിൽ കാണപ്പെടുന്ന പച്ച നിറമല്ലാത്ത പ്ലാന്റിന്റെ പാർട്ട് റൂട്ടാണ്. റൂട്ട് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയുടെ എവിടെ നിന്നാണ്? റാഡിക്കിൾ. ഇത് എംബ്രിയോ ആണെങ്കിൽ എംബ്രിയോയുടെ താഴോട്ടുള്ള പ്രൊജക്ഷൻ ആണ് റാഡിക്കിൾ. ആ റാഡിക്കിളാണ് എന്തായിട്ട് മാറുന്നത്? റൂട്ട്. എംബ്രിയോയുടെ മുകളിലോട്ടുള്ള പ്രൊജക്ഷൻ അതാണ് പ്ലിമ്യൂൾ. പ്ലിമ്യൂൾ ആണ് എന്തായിട്ട് മാറുന്നത്? ഷൂട്ടായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അടുത്ത പഠിക്കേണ്ടത് റൂട്ട് സിസ്റ്റം. മക്കളെ, റൂട്ട് സിസ്റ്റം പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ്. ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം, ഒന്നാമത്തത് ടാപ്പ് റൂട്ട് സിസ്റ്റം. രണ്ട് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, രണ്ട് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. മൂന്ന് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ മൂന്ന് അഡ്വെന്റീഷ്യസ് റൂട്ട്. അപ്പോൾ റൂട്ട് സിസ്റ്റം പ്രധാനമായിട്ടും മൂന്ന് തരത്തിൽ. റൂട്ട് സിസ്റ്റം ആർ ഓഫ് 3 ടൈപ്സ്. നമ്പർ 1 ടാപ്പ് റൂട്ട് സിസ്റ്റം, നമ്പർ 2 ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നമ്പർ 3 അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം. എന്താ മക്കളെ ടാപ്പ് റൂട്ട് സിസ്റ്റം? മക്കളെ, ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും ഒരു റൂട്ട് കാണും. വിളിക്കുന്ന പേര് ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ പ്രൈമറി റൂട്ട്. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും ഒരു റൂട്ട് താഴോട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ആ റൂട്ടിനെ വിളിക്കുന്ന പേര് ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ പ്രൈമറി റൂട്ട്. ഇനി നിങ്ങൾ ടാപ്പ് റൂട്ട് നോക്കിയേ. ടാപ്പ് റൂട്ടിൽ നിന്ന് ബ്രാഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ടാപ്പ് റൂട്ടിൽ നിന്നുണ്ടാവുന്ന ബ്രാഞ്ചസ് വിളിക്കുന്ന പേര് ലാറ്ററൽ റൂട്ട് അല്ലെങ്കിൽ സെക്കൻഡറി റൂട്ട്. അപ്പോൾ ടാപ്പ് റൂട്ടിൽ നിന്നുണ്ടാവുന്ന ബ്രാഞ്ചസ് ആണ് ലാറ്ററൽ റൂട്ട് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി റൂട്ട് എന്ന് പറയും. ഇനി ഈ ലാറ്ററൽ റൂട്ടിൽ നിന്ന് ബ്രാഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. വിളിക്കുന്ന പേര് ടെറിഷ്യറി റൂട്ട്. വിളിക്കുന്ന പേര്
ടെറിഷ്യറി റൂട്ട്. അപ്പോൾ നോക്കിയേ മക്കളെ, ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ഒരു റൂട്ടുണ്ട്, വിളിക്കുന്ന പേര് ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ പ്രൈമറി റൂട്ട്. ടാപ്പ് റൂട്ടിൽ നിന്ന് ബ്രാഞ്ചസ് കാണും, വിളിക്കുന്ന പേര് ലാറ്ററൽ റൂട്ട് അല്ലെങ്കിൽ സെക്കൻഡറി. മക്കളെ, ലാറ്ററൽ റൂട്ടിൽ നിന്ന് ബ്രാഞ്ചസ് ഉണ്ടാവും, വിളിക്കുന്ന പേര് ടെറിഷ്യറി റൂട്ട്. ദിസ് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഈസ് കോൾഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇത്തരത്തിലുള്ള റൂട്ട് സിസ്റ്റത്തെ അറിയപ്പെടുന്ന പേരാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇത് ഏത് പ്ലാന്റ്സിന്റെ ക്യാരക്ടറാണ് മക്കളെ? ഇറ്റ് ഈസ് എ ക്യാരക്ടർ ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. സീഡ് എടുത്തു കഴിഞ്ഞാൽ സീഡിന്റെ പാർട്ടാണ് കോട്ടിലിഡൻ എന്ന് പറയും. ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന സീഡിന്റെ പാർട്ടാണ് കോട്ടിലിഡൻ. ഒരു സീഡിന് 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഒരു സീഡിന് ഒറ്റ കോട്ടിലിഡനെ ഉള്ളെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് മോണോകോട്ട് പ്ലാന്റ്സ്. അപ്പം ഒരു സീഡിന് 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം ഏത് പ്ലാന്റ്സിന്റെ ക്യാരക്ടറാണ്? ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ ക്യാരക്ടറാണ്. എക്സാമ്പിൾ മസ്റ്റാർഡ്. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ഏതാണ്? മസ്റ്റാർഡാണ്. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ഒരു റൂട്ടുണ്ട്, വിളിക്കുന്ന പേര് ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ പ്രൈമറി റൂട്ട്. ടാപ്പ് റൂട്ടിൽ നിന്ന് റൂട്ട് ഉണ്ടാവും, വിളിക്കുന്ന പേര് ലാറ്ററൽ റൂട്ട് അല്ലെങ്കിൽ സെക്കൻഡറി റൂട്ട്. ലാറ്ററൽ റൂട്ടിൽ നിന്ന് റൂട്ട് ഉണ്ടാവും, വിളിക്കുന്ന പേര് ടെറിഷ്യറി റൂട്ട്. ഇത്തരത്തിലുള്ള റൂട്ട് സിസ്റ്റത്തെ അറിയപ്പെടുന്ന പേര് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇറ്റ് ഈസ് എ ക്യാരക്ടർ ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. എക്സാമ്പിൾ മസ്റ്റാർഡ്. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തു. അടുത്തതിലേക്ക് വരുന്നു ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. എന്താ മക്കളെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം? ഇൻ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം റൂട്ട് എവിടെ നിന്നായിരുന്നു ഉണ്ടാവുന്നത് മക്കളെ? റാഡിക്കിൾ. റൂട്ട് എവിടെ നിന്നായിരുന്നു ഉണ്ടാവുന്നത്? റാഡിക്കിൾ. ഇൻ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ദ റാഡിക്കിൾ ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് സ്റ്റോപ്പ് ഇറ്റ്സ് ഗ്രോത്ത്. മക്കളെ, ഇത് റാഡിക്കിളാണ് റൂട്ടായിട്ട് മാറുന്നത്. റാഡിക്കിൾ കുറച്ചു കാലം വളർന്നതിന് ശേഷം അതിൻ്റെ ഗ്രോത്ത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇൻ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ദ റാഡിക്കിൾ ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് സ്റ്റോപ്പ് ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഫ്രം ദ ബേസ് എ ഗ്രൂപ്പ് ഓഫ് ഫൈബർ ലൈക്ക് റൂട്ട് അറൈസസ്. എന്നിട്ട് അതിൻ്റെ ബേസിൽ നിന്ന് താഴെ നിന്ന് ഒരു കൂട്ടം ഫൈബർ കണക്കുള്ള റൂട്ട് ഒറിജിനേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നെല്ല്, ഗോതമ്പൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ, പ്ലക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ടൊക്കെ ചെറുതായിട്ട് റൂട്ട് കാണും. ആ റൂട്ടിൻ്റെ ബേസിൽ നിന്ന് താഴെ നിന്ന് ഒരു കൂട്ടം ഫൈബർ കണക്കുള്ള റൂട്ട് ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള റൂട്ട് സിസ്റ്റത്തെ അറിയപ്പെടുന്ന പേര് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. വളരെ സിമ്പിളാണ്. ഇൻ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ദ റാഡിക്കിൾ ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് സ്റ്റോപ്പ് ഇറ്റ്സ് ഗ്രോത്ത്. റാഡിക്കിൾ കുറച്ചു കാലം വളർന്നതിന് ശേഷം അതിൻ്റെ ഗ്രോത്ത് എന്തോ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബേസിൽ നിന്ന് ആൻഡ് ഫ്രം ദ ബേസ് എ ഗ്രൂപ്പ് ഓഫ് ഫൈബർ ലൈക്ക് റൂട്ട് അറൈസസ്. ഒരു കൂട്ടം ഫൈബർ കണക്കുള്ള റൂട്ട് എന്തോ ചെയ്യുന്നു? ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള റൂട്ട് സിസ്റ്റത്തെ അറിയപ്പെടുന്ന പേര് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. എക്സാമ്പിൾ വീറ്റ്. ഇറ്റ് ഈസ് എ ക്യാരക്ടർ ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്. അപ്പം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആരുടെ ക്യാരക്ടറാണ്? മോണോകോട്ട് പ്ലാന്റ്സിന്റെ ക്യാരക്ടറാണ്. ഇറ്റ് ഈസ് എ ക്യാരക്ടർ ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്. മക്കളെ, ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് നമുക്ക് റൂട്ട് സിസ്റ്റത്തിൽ അവസാനം പഠിക്കാനുള്ളത് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. എന്താ മക്കളെ അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം? സാധാരണ റൂട്ട് ഉണ്ടാവുന്നത് എവിടെ നിന്നാ? റാഡിക്കിളിൽ നിന്നാണ്. സാധാരണ റൂട്ട് എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്? റാഡിക്കിൾ. മക്കളെ, റാഡിക്കിളിൽ നിന്നല്ലാതെ പ്ലാന്റിന്റെ ഏത് പാർട്ടിൽ നിന്ന് റൂട്ട് ഉണ്ടായാലും അത്തരത്തിലുള്ള റൂട്ട് സിസ്റ്റത്തെ അറിയപ്പെടുന്ന പേര് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. The root originates from any part of the plant body other than the radicle. Any part of the plant body other than the radicle. റാഡിക്കിളിൽ നിന്നല്ലാതെ പ്ലാന്റിന്റെ ഏത് പാർട്ടിൽ നിന്ന് റൂട്ട് ഉണ്ടാവുകയാണെങ്കിലും അത്തരത്തിലുള്ള റൂട്ട് സിസ്റ്റത്തെ അറിയപ്പെടുന്ന പേരാണ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. എക്സാമ്പിൾ ബനിയൻ ട്രീ. നിങ്ങൾ ആൽമരം കണ്ടിട്ടുണ്ട്. റൂട്ട് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? മെയിൻ ബ്രാഞ്ചസ് അല്ലെങ്കിൽ മെയിൻ സ്റ്റെമ്മിൽ നിന്നാണ്, പ്രധാനപ്പെട്ട ശിഖരങ്ങളിൽ നിന്നൊക്കെയാണ് എന്തുണ്ടാവുന്നത്? റൂട്ട് ഉണ്ടാവുന്നത്. റൂട്ട് ഇങ്ങനെ താഴോട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റാഡിക്കിളിൽ നിന്നാണോ റൂട്ട് ഉണ്ടായത്? അല്ല, ബ്രാഞ്ചസിൽ നിന്നാണ്, ശിഖരങ്ങളിൽ നിന്നാണ്. അത്തരത്തിലുള്ള റൂട്ട് സിസ്റ്റത്തെ അറിയപ്പെടുന്ന പേരാണ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. ദ റൂട്ട് ഒറിജിനേറ്റ്സ് ഫ്രം എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി അതർ ദാൻ ദി റാഡിക്കിൾ. റാഡിക്കിളിൽ നിന്നാവരുത്, പ്ലാന്റിന്റെ വേറെ ഏത് പാർട്ടിൽ നിന്നും റൂട്ട് ഉണ്ടായാലും അത്തരത്തിലുള്ള റൂട്ട് സിസ്റ്റത്തെ അറിയപ്പെടുന്ന പേരാണ് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. എക്സാമ്പിൾ മക്കളെ അറിഞ്ഞിരിക്കേണ്ടത് ബനിയൻ ട്രീ. അപ്പോൾ റൂട്ട് സിസ്റ്റം 3 എണ്ണമാണ്: ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. മക്കളെ, അടുത്ത ടോപ്പിക് റീജിയൻസ് ഓഫ് റൂട്ട്. മക്കളെ, റൂട്ടിന് പ്രധാനമായിട്ടും 4 റീജിയൻസ് ആവുള്ളൂ. അപ്പം മക്കളെ, റൂട്ടിന് പ്രധാനമായിട്ടും എത്ര റീജിയൻസ് ഉണ്ട്? 4 റീജിയൻസ്. 1 റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ്, 2 റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി,
3 റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, 4 റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അപ്പോൾ മക്കളെ റൂട്ടിന് പ്രധാനമായിട്ടും എത്ര റീജിയൻ? 4 റീജിയൻ. 1 റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ്, 2 റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, 3 റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, 4 റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അപ്പോൾ റൂട്ടിന് പ്രധാനമായിട്ടും 4 റീജിയൻസ് ആണ്. 1 റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ്, 2 റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, 3 റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, 4 റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ആദ്യത്തെ റീജിയൻ, റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ്. ദ ടിപ്പ് ഓഫ് ദ റൂട്ട് ഈസ്, റൂട്ടിന്റെ ടിപ്പിനെ, റൂട്ടിന്റെ അറ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന തിമ്പിൾ, തിമ്പിൾ എന്ന് പറഞ്ഞാൽ വിരലുറ അല്ലെങ്കിൽ ക്യാപ്പ് കണക്കുള്ള സ്ട്രക്ചർ. അപ്പോൾ റൂട്ടിന്റെ അറ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ക്യാപ്പിലേക്ക് സ്ട്രക്ചറിനെ അറിയപ്പെടുന്ന പേര് റൂട്ട് ക്യാപ്പ്. ദ ടിപ്പ് ഓഫ് ദ റൂട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ക്യാപ്പിലേക്ക് സ്ട്രക്ചർ കോൾഡ് റൂട്ട് ക്യാപ്പ്. റൂട്ടിന്റെ അറ്റത്തെ, റൂട്ടിന്റെ ടിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ക്യാപ്പ് അല്ലെങ്കിൽ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറാണ് ഏതെന്ന് പറയുന്നത് റൂട്ട് ക്യാപ്പ് എന്ന് പറയും. എന്താണ് റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ? ഇത് പ്രൊട്ടക്റ്റ് റൂട്ട് ഫ്രം സോയിൽ ഫ്രിക്ഷൻ. മക്കളെ, സോയിൽ ഫ്രിക്ഷനിൽ നിന്ന് റൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ? റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ. അപ്പോൾ പ്രൊട്ടക്റ്റ് റൂട്ട് ഫ്രം സോയിൽ ഫ്രിക്ഷൻ. നോക്കിയേ മക്കളെ, ഇതല്ലേ റൂട്ടിന്റെ ടിപ്പ്? റൂട്ടിന്റെ ടിപ്പ് പാർട്ടാണല്ലോ ആദ്യം സോയിലിലേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ സോയിൽ പാർട്ടിക്കിളും റൂട്ടിന്റെ ടിപ്പുമായിട്ട് ഉരസി ഫ്രിക്ഷൻ നടന്ന് ഇഞ്ചറി പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇഞ്ചറിയിൽ നിന്ന് റൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ? റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് റൂട്ട് ക്യാപ്പ്? ദ ടിപ്പ് ഓഫ് ദ റൂട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ തിമ്പിൾ ഓർ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് റൂട്ട് ക്യാപ്പ്. ഇറ്റ് പ്രൊട്ടക്റ്റ് റൂട്ട് ഫ്രം സോയിൽ ഫ്രിക്ഷൻ. മക്കളെ, രണ്ടാമത്തെ റീജിയൻ, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. നോക്കിക്കോ മക്കളെ, എന്താണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി? ദ റീജിയൻ ജസ്റ്റ് സീൻ അബൌവ് ദ റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ്. മക്കളെ, റൂട്ട് ക്യാപ്പിന് തൊട്ടു മുകളിൽ കാണപ്പെടുന്ന റീജിയൻ, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ റൂട്ട് ക്യാപ്പിന് തൊട്ടു മുകളിൽ കാണപ്പെടുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. എന്താണ് ഈ റീജിയന്റെ പ്രത്യേകത? ദ സെൽസ് ഇൻ ദിസ് റീജിയൻ ആർ വെരി സ്മാൾ. മക്കളെ, ഈ റീജിയനിലുള്ള സെൽ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. തിൻ വാൾഡ്, സെൽവാളിന് കട്ടി കുറവാണ്. ആൻഡ് റിച്ച് എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസം. സെല്ലിൻ്റെ അകത്ത്, അവിടെയുള്ള സെല്ലിൻ്റെ അകത്തെ കണ്ടന്റിനെ വിളിക്കുന്ന പേര് പ്രോട്ടോപ്ലാസം. ആ പ്രോട്ടോപ്ലാസത്തിൻ്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആൻഡ് അണ്ടർഗോ റിപ്പീറ്റഡ് ഡിവിഷൻ. ഇവിടെയുള്ള സെല്ലുകൾ എപ്പോഴും എന്തിന് വിധേയമായിക്കൊണ്ടിരിക്കും? ഡിവിഷന് വിധേയമായിക്കൊണ്ടിരിക്കും. പണ്ട് നിങ്ങൾ പഠിച്ചു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ? മക്കളെ, ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള സെല്ലുകളെ അറിയപ്പെടുന്ന പേരാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പോൾ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിൽ എന്താണ് പ്രധാനമായിട്ടും നടക്കുന്നത്? ഡിവിഷനാണ്. മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ കഴിവെന്ന്. അപ്പോൾ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിൽ സെല്ലുകൾ എന്തിനു വിധേയമാകുന്നു? ഡിവിഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും സെല്ലുകളുടെ പ്രത്യേകത, ദ സെൽസ് ഇൻ ദിസ് റീജിയൻ ആർ വെരി സ്മാൾ. ഇവിടെയുള്ള സെല്ലുകൾ വളരെ കുഞ്ഞാണ്, ചെറുതാണ്. തിൻ വാൾഡ്, കട്ടി കുറവാണ്. റിച്ച് എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസം, സെല്ലിൻ്റെ അകത്തുള്ള കണ്ടന്റിൻ്റെ അളവെന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം റൂട്ടല്ലയോ, വെള്ളം കൂടുതൽ കയറുന്നതുകൊണ്ട് അവിടുത്തെ എമൗണ്ട് എന്തായിരിക്കും? സെല്ലിൻ്റെ അകത്തെ കണ്ടന്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. റൂട്ട് ക്യാപ്പിന് തൊട്ട് മുകളിൽ കാണപ്പെടുന്ന റീജിയനാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഈ റീജിയനിലുള്ള സെൽ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, തിൻവാൾഡ് ആണ്, റിച്ച് എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസം ആൻഡ് അണ്ടർഗോ റിപ്പീറ്റഡ് ഡിവിഷൻ. ഇത് എന്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു? റിപ്പീറ്റഡ് ആയിട്ട് ഡിവിഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. മക്കളെ, അടുത്ത റീജിയൻ 3, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. എന്ത് മക്കളെ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ? എളുപ്പമാണ്. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിക്ക് തൊട്ട് മുകളിൽ കാണപ്പെടുന്ന റീജിയൻ ഏതാ? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ദ സെൽസ് അണ്ടർഗോ ഇലോങ്ങേഷൻ ആൻഡ് എൻലാർജ്മെന്റ്. ഈ റീജിയനിലുള്ള സെൽസ് എന്തിന് വിധേയമാകുന്നു? ഇലോങ്ങേഷനും എൻലാർജ്മെന്റിനും വിധേയമാകും. അപ്പോൾ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, ആ റീജിയനിലുള്ള സെൽ എന്തിന് വിധേയമാകുന്നു? ഇലോങ്ങേഷന് വിധേയമാകുന്നു. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ നീളം കൂടുക, എൻലാർജ് ചെയ്യുക, വലുതാകുക. അപ്പോൾ ഈ റീജിയനിലുള്ള സെൽസ് എപ്പോഴും ഇലോങ്ങേഷനും എൻലാർജ്മെന്റിനും വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിക്ക് തൊട്ടുമുകളിൽ കാണപ്പെടുന്ന റീജിയനാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. റീജിയൻ ഓഫ് ഇലോങ്ങേഷന്റെ പ്രത്യേകത, ഈ റീജിയനിലുള്ള സെൽസ് എന്തിന് വിധേയമാകുന്നു? ഇലോങ്ങേഷന് വിധേയമാകുന്നു ആൻഡ് എൻലാർജ്മെന്റ്. ദ സെൽസ് ഇൻ ദിസ് റീജിയൻ അണ്ടർഗോ ഇലോങ്ങേഷൻ ആൻഡ് എൻലാർജ്മെന്റ്. മകളെ, ലാസ്റ്റ് റീജിയൻ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ.
പേരിൽ തന്നെ ഉണ്ട് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ദ സെൽ ഡിഫറൻഷിയേറ്റ്, സെല്ലിന് രൂപമാറ്റം വന്ന് എന്തായിട്ട് മാറുന്നു? മെച്ചുറായിട്ട് മാറുന്നു. അപ്പം മെച്ചുറായിട്ട് മാറുന്ന റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷന്റെ പ്രത്യേകത എന്താണ്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ റീജിയൻ ഓഫ് ഇലോങ്ങേഷന് തൊട്ട് മുകളിൽ കാണപ്പെടുന്ന റീജിയൻ ആണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇവിടെയുള്ള സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് രൂപമാറ്റം സംഭവിച്ച് എന്തായിട്ട് മാറുന്നു? മെച്ചുറായിട്ട് മാറുന്നു. അപ്പം മെച്ചുറായിട്ട് മാറുന്ന റീജിയൻ ഓഫ് മെച്ചുറേഷൻ. മക്കളെ, റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ റൂട്ട് ചില ഹെയർ ലൈക്ക് സ്ട്രക്ചറുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചറുകളെ അറിയപ്പെടുന്ന പേരാണ് റൂട്ട് ഹെയർസ്. അപ്പോൾ റൂട്ടിൽ കാണപ്പെടുന്ന ഹെയർ ലൈക്ക് അല്ലെങ്കിൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, നൂല് കണക്കുള്ള സ്ട്രക്ചറുകളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? റൂട്ട് ഹെയർസ്. അപ്പോൾ റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ റൂട്ട് പ്രൊഡ്യൂസസ് എ ഗ്രൂപ്പ് ഓഫ് ത്രെഡ് ഓർ ഹെയർ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് റൂട്ട് ഹെയർസ്. റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ റൂട്ട് ഒരു കൂട്ടം ത്രെഡ് കണക്കുള്ള സ്ട്രക്ചറുകളെ പ്രൊഡ്യൂസ് ചെയ്യും, വിളിക്കുന്ന പേര് റൂട്ട് ഹെയർസ്. എന്താണ് റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ? ഇറ്റ് ഹെൽപ്സ് ഇൻ ദി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. വാട്ടറിനെയും മിനറൽസിനെയും മണ്ണിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുക എന്നതാണ് ആരുടെ ജോലി? റൂട്ട് ഹെയർസിന്റെ ജോലി. അപ്പോൾ റൂട്ട് ഹെയർസ് ആണ് മണ്ണിൽ നിന്ന് വെള്ളം ആഗിരണം ചെയ്ത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത് ആർക്ക് കൊടുക്കുന്നത്? റൂട്ടിന് കൊടുക്കുന്നത്. അപ്പം റൂട്ടിൻ പ്രധാനമായിട്ടും എത്ര റീജിയൻ? 4 റീജിയൻ. 1 റൂട്ട് ക്യാപ്പ്, 2 റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, 3 റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, 4 റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അപ്പോൾ റൂട്ടിന് പ്രധാനമായിട്ടും എത്ര റീജിയൻ? 4 റീജിയൻ ഉണ്ട്. 1 റൂട്ട് ക്യാപ്പ്, 2 റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, 3 റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, 4 റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റൂട്ട് ക്യാപ്പിന് തൊട്ട് മുകളിൽ കാണപ്പെടുന്ന റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിക്ക് മുകളിൽ കാണപ്പെടുന്ന റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, ഇലോങ്ങേഷന് തൊട്ട് മുകളിൽ കാണപ്പെടുന്ന റീജിയൻ ഓഫ് മെച്ചുറേഷൻ. എന്താണ് റൂട്ട് ക്യാപ്പ്? ക്യാപ്പിലേക്ക് സ്ട്രക്ചർ റൂട്ട് ക്യാപ്പ്. എന്താണ് ഫംഗ്ഷൻ? പ്രൊട്ടക്ഷൻ. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, മെരിസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിൽ എന്തോ നടക്കും? ഡിവിഷൻ നടക്കും. മൂന്നാമത്തെ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, ഇലോങ്ങേഷൻ നടക്കുന്ന റീജിയനിൽ എന്തോ നടക്കും? ഇലോങ്ങേഷൻ നടക്കും. റീജിയൻ ഓഫ് മെച്ചുറേഷൻ, സെൽ എന്തായിട്ട് മാറും? മെച്ചുറായിട്ട് മാറും. ഇനി റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ ഒരു കൂട്ടം ഗ്രൂപ്പ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യും, വിളിക്കുന്ന പേര് റൂട്ട് ഹെയർസ്. റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്.